സൈബർ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും അറസ്റ്റിൽ തീരുമാനം. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം എത്തുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷീല സനൽ. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് രാഹുൽ ഈശ്വർ ഈ കസ്റ്റഡിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ, ഒപ്പം ഈ വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികൾ, ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം പിടിച്ചെടുക്കുന്നതടക്കം നമ്മൾ കണ്ടു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഇക്കാര്യത്തിൽ എന്തൊക്കെ വ്യക്തതകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം വരുത്തുന്നത്? സുജയ, ആദ്യഘട്ടത്തിൽ രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിൽ വെച്ചും പിന്നീട് ഇപ്പോൾ തൈക്കാടെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2ാം ഘട്ട ചോദ്യം ചെയ്യലുമാണ് പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ ഈശ്വർ താൻ ഇത്തരത്തിലേക്കുള്ള ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളൊന്നും ചെയ്തില്ല എന്ന കാര്യമാണ് ആവർത്തിച്ചത്. അതിനുശേഷം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും സൈബർ പോലീസ് പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യുകയുമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെടുത്തിരിക്കുന്ന കേസിൽ 5 പ്രതികളാണ് മൊത്തത്തിൽ ഉള്ളത്. അതിൽ 1ാം പ്രതി പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കൻ, 2ാം പ്രതിയായി അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അത് 2ഉം 3ഉം പ്രതികൾ, അതായത് 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഒരാൾ ഇത്തരത്തിലേക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. 4ാം പ്രതിയായി സന്ദീപ് വാര്യരെയും 5ാം പ്രതിയായി രാഹുൽ ഈശ്വറിനെയുമാണ് ചുമത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ ഇരയാക്കപ്പെട്ട അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ തുടങ്ങി BNS 72, 79, 351 എന്നീ വിവിധ വകുപ്പുകളും, കൂടാതെ IT ആക്ട് പ്രകാരം 43, 66 എന്നീ IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകളുമാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇനി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ രാഹുൽ ഈശ്വറിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളും അതിനോടൊപ്പം തന്നെ ലാപ്ടോപ്പും അടക്കമുള്ള ആ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ പരിശോധിച്ച് പരിശോധിച്ചവയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലേക്കുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമോ, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം ഗോപാൽ ഷീല സനലിലേക്ക്.